വള്ളികുന്നം പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനായ ചൂനാട് ചന്തയ്ക്ക് സമീപം നിർമ്മിക്കുന്ന ഓടയുടെ പണി അശാസ്ത്രീയമെന്ന് പരാതി. 3 മാസമായി ഓട നിർമ്മാണം തുടങ്ങിയിട്ട്. MS അരുൺകുമാർ MLAയുടെ ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപ മുടക്കി PWD വകുപ്പാണ് ഓട നിർമ്മിക്കുന്നത്. അശാസ്ത്രീയത ആരോപിച്ച് വ്യാപാരികളും നാട്ടുകാരും സ്ഥലം സന്ദർശിക്കാനെത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനായ ചൂനാട് ചന്തയ്ക്ക് സമീപം നിർമ്മിക്കുന്ന ഓടയുടെ പണി അശാസ്ത്രീയമെന്ന് പരാതി. 3 മാസമായി ഓട നിർമ്മാണം ആരംഭിച്ചിട്ട്. അശാസ്ത്രീയത ആരോപിച്ച് സമീപത്തെ വ്യാപാരികളും നാട്ടുകാരും സ്ഥലം സന്ദർശിക്കാനെത്തിയ AEയെ തടഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നടന്നത്. ഓട നിർമ്മാണം നടക്കുന്നതിനാൽ ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ചന്തയ്ക്ക് സമീപത്തെ റോഡിന് പടിഞ്ഞാറ് വശത്തുകൂടി ഒരു ഓട നിലവിലുണ്ട്. ആ ഓടയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ ഓട നിർമ്മിക്കുന്നത്. പഴയ ഓട വൃത്തിയാക്കി ജലഒഴുക്ക് പരിഹരിക്കുന്നതിന് പകരം നിലവിലെ ഓടയ്ക്ക് എതിർവശത്തുകൂടി പുതിയ ഓടയാണ് നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഓട നിർമ്മാണം എന്തിനെന്ന ചോദ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ചൂനാട് മാർക്കറ്റിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഇവിടെ വന്ന് ചർച്ച നടത്തുകയും ഇവിടെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മാണം ഉണ്ടാകരുതെന്ന് നമ്മൾ നേരത്തെ കൂട്ടി പറയുകയും ചെയ്യുന്നതാണ്. കാരണം ചൂനാട് തെക്കേ മുക്കിലൊക്കെ മുൻപ് ചെയ്തു വെച്ചിട്ട് ഓടയുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ ചെയ്യരുതെന്ന് നമ്മൾ പറയുകയും അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് വാക്ക് തരികയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓട നിർമ്മിച്ചതിന് ശേഷം ഇവിടെ സ്ലാബ് ഇട്ടപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞ് ഇവിടുത്തെ കച്ചവടക്കാർ നമ്മളെ വിളിച്ചിട്ട് ഇത് കണക്ക് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ റോഡിൽ നിന്ന് വെള്ളം ഒഴുകി ഓടയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ ഉയർച്ച സ്ലാബ് നല്ല ഉയർച്ചയിലാണ് ഓടയുടെ മണ്ടയ്ക്ക് ഇട്ടിരിക്കുന്നത് തന്നെ. ഇപ്പോൾ നിലവിൽ റോഡിൽ നിന്ന് വെള്ളം ഒഴുകി ഓടയിലോട്ട് പോവുകയില്ല. മാത്രമല്ല ചൂനാട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുക എന്ന് വെച്ചാൽ നമ്മുടെ വള്ളികുന്നം പഞ്ചായത്തല്ല, നമ്മുടെ ഭരണിക്കാവ് പഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകളിലെല്ലാം ഉള്ള ആൾക്കാർ ചൂനാട് മാർക്കറ്റിൽ വരികയും ഇവിടെ കച്ചവടം ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വൈകിട്ട് മാർക്കറ്റിൽ വരുന്ന സമയത്തൊക്കെ ചൂനാട് മാർക്കറ്റിലേക്ക് ആൾക്കാർക്ക് കയറിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഓട നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു. ആ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ വേണ്ടി നടത്തിയ ഈ ഓട നിർമ്മാണം ഇപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ ഒരു വ്യാപാര സ്ഥാപനം ഉൾപ്പെടെ ഉണ്ട്. ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ വന്നും പോയി നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. കച്ചവട സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ജനങ്ങൾക്ക് വരുവാൻ സാധിക്കുന്നില്ല. ഇവിടെ റോഡിലൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് അശാസ്ത്രീയമായി യാതൊരു വിധമായിട്ടുള്ള ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടുത്തെ വ്യാപാരികളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ തുടക്കത്തിൽ തന്നെ ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്, ഇത് വെള്ളം ഒഴുകുന്നതിനോ അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനോ ഉതകുന്ന രീതിയിലല്ല ഇത് ചെയ്യുന്നതെന്ന് നിരവധി തവണ പറയുകയും പലതവണ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പൊതു മാർക്കറ്റ് കൂടിയാണ് ഇത്. പബ്ലിക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മാർക്കറ്റിലേക്ക് സാധനം വാങ്ങുവാൻ ആൾക്കാർക്ക് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ, ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടെ ഈ സ്ലാബ് ഇട്ടുകൊണ്ട് റോഡിനേക്കാൾ ഉയരത്തിൽ സ്ലാബ് ഇട്ടതുകൊണ്ട് തടസ്സമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ ഓട അതിൻ്റെ വാളുകളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം അതുകൂടാതെ തന്നെ സ്ലാബ് ഇടാതെ തന്നെയാണ് ഇപ്പോൾ അടുത്ത റോഡ് മുറിച്ചുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ ഓടയുമായി ബന്ധപ്പെട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം നടക്കട്ടെ എന്നാണ് നമ്മളും പറയുന്നത്. ഓട ഇവിടെ യാതൊരു കാരണവശാലും ഈ ഓടയുടെ ആവശ്യം ഇവിടെ ഇല്ല. പടിഞ്ഞാറേപ്പുറത്തെ ഓട പഴയ ഓടയാണ്. അത് വെട്ടിപ്പൊളിച്ചിട്ട് അവിടെ പുതിയ പണി ചെയ്ത് അവിടെ വരെ ഈ മാർജിംബ്രിയുടെ മുമ്പിൽ വരെ പുതിയ ഓടയാണ്. അതിനകത്തോട്ട് മുട്ടിച്ച് വിടേണ്ടതിന് ഇവിടുന്ന് തെക്കോട്ട് വെള്ളം കൊണ്ടുപോകാമെന്ന് പറയുന്ന വടക്കോട്ട് ചായ്മാനം കിടക്കുന്നിടത്ത് ഏത് രീതിയിലൊക്കെ ഒന്നാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കടക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല, യാതൊരു വിശേഷവും ഇതിനകത്തുണ്ടാകുന്നില്ല. വേണ്ടപ്പെട്ടവർ വന്ന് ഒരു ഡ്രെയിനേജ് എഞ്ചിനീയർ വന്ന് ഇത് നോക്കിക്കണ്ട് ഈ ഓട വലുതാക്കി ഒഴുക്ക് സുഗമമാക്കണമെന്നാണ് ഈ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ചന്തയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം മുൻകാലങ്ങളിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള മാണത്തറ വയലിൽ പതിച്ച് പടിഞ്ഞാറേക്ക് സ്വതന്ത്രമായി ഒഴുകിയിരുന്നു. 5 വർഷം മുൻപ് ഈ ഓട ഒഴിവാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് ഭരണിക്കാവ് പഞ്ചായത്തിലെ 14-ാം വാർഡിന്റെ തെക്കേ അറ്റത്തുകൂടി ഒരു ഓട നിർമ്മിച്ച് വെള്ളം ഒഴുക്കി വിടുകയായിരുന്നു. ഈ ഭാഗത്ത് വീതി കുറഞ്ഞ ഓട ആയതിനാൽ ഒഴുകിയെത്തുന്ന വെള്ളം ജനവാസ കേന്ദ്രങ്ങളിൽ കയറിയിരുന്നു. പഴയ ഓടയിൽ വെള്ളം ഇപ്പോഴും കെട്ടിനിൽക്കുകയാണ്. റോഡിന്റെ വശത്തുകൂടി ഓട നിർമ്മിക്കുന്ന ഏക സ്ഥലമാണ് വള്ളികുന്നം പഞ്ചായത്തിലെ ചൂനാട്. നിലവിൽ നിർമ്മിച്ച ഓടയ്ക്ക് മുകളിൽ സ്ലാബിടാതെയാണ് എതിർവശത്തുകൂടി പുതിയ ഓടയുടെ നിർമ്മാണം നടക്കുന്നത്. ഇത് കാരണം ഇരുചക്ര വാഹന യാത്രക്കാർ അടക്കം
നിത്യേന അപകടത്തിൽപ്പെടുകയാണ്. 240 മീറ്റർ ദൂരത്തിൽ ഇരുവശങ്ങളിലായിട്ടാണ് ഓടയുടെ നിർമ്മാണം നടക്കുന്നത്. നിലവിലെ ഓട വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ട നടപടി എടുക്കാതെ പുതിയ ഓട നിർമ്മിക്കുന്നതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് പഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. CDNet ന്യൂസ്, കറ്റാനം.